വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. സമാധാനമല്ല, ഭിന്നതകൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിച്ചൊലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവർത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായി അമ്മ മരുമകൾക്കും മരുമകൾ അമ്മായി അമ്മയ്ക്കുമെതിരായും ഭിന്നിക്കും. യേശുക്രിസ്തുവിന്റെ ഭിന്നമായൊരു സ്വരം. യേശുക്രിസ്തുവിന്റെ വ്യത്യാസപ്പെട്ട ഒരു സ്വരമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കേൾക്കാനാകുക. സമാധാനത്തിന്റെ ദൂതനായി ഈ മണ്ണിലേക്ക് കടന്നു വന്ന യേശു, സമാധാനത്തിന്റെ രാജകുമാരൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന യേശു, സമാധാനം തന്റെ അനുയായികൾക്കായി സമ്മാനമെന്ന നിലയിൽ വാഗ്ദാനം ചെയ്ത യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല, ഭിന്നതയുണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നാട്ടിലും വീട്ടിലും ഭിന്നിപ്പ്, കുടുംബങ്ങളിലും സമുദായങ്ങളിലും വിയോജിപ്പ്. ഈ വിയോജിപ്പും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് യേശു സുവിശേഷത്തിലൂടെ എന്ന് പറയുന്നത്. ഇതിന്റെ പൊരുളാണ് അനുയായികളായ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തീയിടാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇടുന്ന തീ ആളിക്കത്തി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് തീയാണ് യേശു ഭൂമിയിലിടാൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. തീർച്ചയായും അത് ക്രിസ്തീയ മൂല്യങ്ങളാകുന്ന തീയായിരിക്കണം. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തീയായിരിക്കണം യേശു ക്രിസ്തു ആളിക്കത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രായോഗിക ലോകത്തിലെ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ മൂല്യബോധത്തെയും അംഗീകരിക്കുന്ന വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നത് പോലെ തന്നെ യേശുവിനെയും യേശുവിന്റെ മൂല്യങ്ങളെയും അംഗീകരിക്കാത്ത വ്യക്തികളെയും ഈ ലോകത്ത് നമുക്ക് കണ്ടെത്താനാകും. മൂല്യങ്ങളെ അംഗീകരിക്കാത്ത വ്യക്തികൾ എന്ന് മാത്രമല്ല, അതിനെ എതിർക്കുന്ന വ്യക്തികളെയും നമുക്ക് കണ്ടെത്താനാകും. അനുകൂലിക്കുന്ന വ്യക്തികളും എതിർക്കുന്ന വ്യക്തികളുടെയും ഇടയിലെ മറ്റൊരു വിഭാഗക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നിഷ്പക്ഷമതികൾ എന്ന് സ്വയമായിട്ട് അവകാശപ്പെടുന്ന വ്യക്തികൾ, അവർ ഓരോ അവസരത്തിനനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തന ശൈലികളുടെ ദിശ നിശ്ചയിക്കുക. അവസരവാദപരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും നമുക്ക് ഈ ലോകത്തിൽ കാണാം. അതിനും പുറമെ ചില വ്യക്തികൾ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന രീതിയിൽ തികഞ്ഞ നിസ്സംഗത്വം ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തികളെയും ഈ ലോകത്തിൽ നമുക്ക് കണ്ടെത്താനാകും. ഇതിനും പുറമെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ഉദരവും ഉദരപൂർണത്തിനു വേണ്ടിയുള്ള പ്രക്രിയയുമാണ് ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം എന്ന് വിചാരിക്കുന്ന വ്യക്തികളെയും ഈ ലോകത്ത് നമുക്ക് കണ്ടെത്താനാകും. ഇങ്ങനെ ഭിന്ന അഭിപ്രായങ്ങളും ഭിന്ന ചിന്താഗതിക്കാരുമായിട്ടുള്ള ആളുകൾ ഒന്നിച്ച് ഒരു വീട്ടിലാകട്ടെ ഒരു സമൂഹത്തിലാകട്ടെ ഉണ്ടാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭിന്നിപ്പാണ് ഉണ്ടാകുക. ഇത്തരത്തിൽ സമൂഹത്തിൽ ഉണ്ടാകാനിടവരുന്ന ഭിന്നിപ്പിൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം സ്വയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ അനുയായികളോടായിട്ട് യേശു പറയുകയാണ്, ഒരു കാരണവശാലും മൂല്യങ്ങൾ ബലികഴിച്ച് നിങ്ങൾ ജീവിക്കാനിടവരരുത് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പൊരുള്. അത്തരം ഭിന്നതകളിൽ കൂടെ പോകുമ്പോഴും ശത്രുതാ മനോഭാവം അല്ല നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. പരസ്പരം മനസ്സിലാക്കാനും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും അനുരഞ്ജനത്തിൻ്റെതുമായിട്ടുള്ള ചിന്തകളിൽ
വ്യാപൃതരാകാൻ നിങ്ങൾ ശ്രമിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ഒരു തരത്തിലും ക്ഷതം വരാതെ അത് ആളിക്കത്താൻ ജീവിതത്തിൽ ഇടവരാവുന്ന രീതിയിൽ ധൈര്യത്തോടുകൂടെ സാക്ഷ്യം വഹിക്കാനുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ തീരണം ഈ ഭൂമിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടത്.